ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിലുള്ള എല്ലാ മേക്കപ്പ് പ്രൊഡക്ട്സും കാണിച്ചിരുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ ഇതിന് മുന്നേ കുറച്ച് ദിവസം മുന്നേ ഞാൻ ലിപ്സ്റ്റിക് ഷെയ്ഡ്സും അതേപോലെ തന്നെ നെയിൽ പോളിഷ് ഷെയ്ഡ്സും ഇട്ടിട്ടുണ്ടായിരുന്നു. അതല്ലാണ്ട് കുറച്ചുകൂടി പ്രൊഡക്ട്സൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അതൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ 2 സാധനത്തിലാണ് ഞാൻ ഈ മേക്കപ്പ് ഒക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കുന്നത്. അത് ഏതെല്ലാം രണ്ടെന്ന് കാണിച്ചു തരാം. അപ്പോൾ ആദ്യത്തെ ഞാൻ ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇതിലാണ്. ഒരു പെട്ടിയാണ്. ഇതിൻ്റെ അകത്ത് എൻ്റെ മേക്കപ്സ് പകുതി മേക്കപ്സാണ് ഉള്ളത്. പിന്നെ അതിൻ്റെ അകത്ത് ആടെയും ഇവിടെയൊക്കെ നമ്മളെ ചില പെന്നൊക്കെ ഉണ്ട്. അതാണ് ഇതിൻ്റെ അകത്തുള്ളത്. അത് ഈ ഒരു റെഡ് ബോക്സിലും ഓർഗനൈസ് ചെയ്തു. അപ്പം നമുക്ക് ആദ്യം ഇതിൻ്റെ അകത്തുള്ള എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് വീട്ടിലേക്ക് പോകാം കേട്ടോ. ആദ്യത്തെ സാധനം എന്താണെന്ന് വെച്ചാൽ ഇതാട്ടോ, ഫൗണ്ടേഷൻ. ഇത് എൻ്റെ സ്കിൻ ടോണിന് അധികം മാച്ച് ആവുന്നതല്ല, എങ്കിലും ഞാൻ അത്യാവശ്യമൊക്കെ ഇടുന്നുണ്ട്. ഇത് ഇങ്ങനത്തെ ടൈപ്പാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അടുത്തത് ഐലൈനറാണ്. ഐലൈനറിൽ 3 ബോട്ടിലാണുള്ളത്. ഈ 2 വലിയ ബോട്ടിൽ ലാക്മീൻ്റെ ആണ്, മറ്റേത് ഡാസ്ലറിൻ്റെ ആട്ടോ. എനിക്ക് ചെറിയ ബോട്ടിലാണ് കംഫർട്ടബിൾ യൂസ് ചെയ്യാൻ. ഇതിൻ്റെ അകത്തുള്ള ഐലൈനർ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ആക്കിയിട്ടാണ് യൂസ് ചെയ്യാറ്. അടുത്തത് ഈ പ്രൈമറാട്ടോ. പ്രൈമർ ഇത് നല്ല പ്രൈമറാണ്, അത്യാവശ്യം നല്ല നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന പ്രൈമറാണ്. ഇത് ഈ ലിപ്സ്റ്റിക്കും ഇതൊക്കെ ഞാനന്ന് ലിപ്സ്റ്റിക് ഷെയ്ഡ്സിലൊക്കെ ഇടുമ്പോൾ ഞാൻ കാണിച്ചു തന്നില്ല. 3 ലിപ്സ്റ്റിക്സ് ഇതിൻ്റെ ആളുടെ. സോ ഇത് ഞാൻ മെയിൻലി ചിലപ്പോൾ ഒക്കെ യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക് ആണ്. ഈ ഒരു ചെറിയ ബോക്സൊക്കെ ഞാൻ എൻ്റെ ഡെയിലി ബേസിസ് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിലാണ് യൂസ് ചെയ്യുക. അതുകൊണ്ടാണ് അതൊക്കെ അതിൻ്റെ അകത്ത്. പിന്നെ 2 മസ്കാര ഉണ്ട്. ഇത് നാലിയോൻ്റെ മസ്കാര, ഇതൊരു മാക്സിൻ്റെ മസ്കാര. അപ്പോൾ എനിക്ക് നാലിയോനേക്കാളും ബെറ്ററായി തോന്നിയത് ഈ മാക്സിൻ്റെ ആണ്. ഇത് നല്ല ഒരു ഫോൾസ് ഐലാഷ് എഫക്റ്റ് വരുന്നുണ്ട്. നല്ല പൊളിയ ഇത് പൊളിയാണ്. അപ്പോൾ പക്ഷേ ഇതും ഓക്കെയാണ്, എന്നാൽ ഇതിനേക്കാളും ബെറ്റർ ഇതാണെന്നായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത് വീണ്ടും ഒരു ഐലൈനറാണ്. ഇത് പെൻ ടൈപ്പ് ഐലൈനറാണ്. ഇതിൻ്റെ ഇങ്ക് ഏകദേശം തീരാറായിട്ടുണ്ട്. അടുത്തത് നമ്മളെ കൺമഷില്ലേ, കാജൽ, അതും ഉണ്ട് കേട്ടോ. അത് ഞാൻ ഇതിന് നല്ലൊരു വലിയ സ്റ്റിക്കായിരുന്നു. അത് ഞാൻ യൂസ് ചെയ്ത് ഇത്ര ആക്കിയിട്ടുണ്ട്. ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്നതാണ് ഈ കാജൽ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് തീർന്നു പോകുന്നത്. അതുപോലെ തന്നെ ഇങ്ങനത്തെ ഒരു കാജലും ഉണ്ട്. ഇതും നല്ലതാണ്, പക്ഷേ ഇത് എനിക്കധികം നല്ലതായിട്ട് തോന്നിയില്ല. നമ്മളെ കണ്ണിൽ ആയിക്കഴിഞ്ഞാൽ അത് നമ്മൾ ആ ഒരു കാജലിട്ടെന്നുള്ളൊരു ഫീലേ ഇല്ല, അത് കാണുമ്പോൾ തോന്നത്തില്ല. അപ്പോൾ അത്ര നല്ല കാജലല്ല. അപ്പോൾ എനിക്ക് ഭയങ്കര ഓയിലായിട്ടാണ് ഈ കാജലുള്ളത്. ഇഷ്ടപ്പെട്ടിട്ടില്ല. ആ ബോക്സിൽ ഇത്ര സാധനങ്ങളാണ് ഉള്ളത്. അപ്പോൾ നമുക്കിനി അടുത്ത വലിയ ബോക്സിലേക്ക് പോകാം കേട്ടോ. ഇതാണ് നമ്മളെ സംഭവം. ഇത് ഞാനൊക്കെ ഓർഗനൈസ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഇതാണ്. അപ്പോൾ ഇതെല്ലാം ഞാൻ ഓരോ ഐറ്റമായിട്ട് എടുത്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതിലൊക്കെ ഞാൻ ചില പാട്ടൊക്കെ ഉണ്ട്. പാട്ടൊക്കെ ഞാൻ ഇങ്ങനെ ഓരോന്നൊക്കെ ഇട്ടിട്ട് വേണ്ടാത്ത പാട്ടൊക്കെ ഉണ്ടാവില്ല, അതൊക്കെയാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു വാച്ചിൻ്റെ കവറാണ്. എന്നാൽ ഞാൻ ഇതിൻ്റെ അകത്ത് ഇടുന്നത് തന്നെ മാലയൊക്കെ ആട്ടോ. ഒരു മാല ഇതാണ്. നല്ല മാലയാണ്. ട്രഡീഷണൽ ലുക്കിലൊക്കെ നല്ലോണം ചെയ്യുന്നൊരു മാല കേട്ടോ. നല്ല രസമുള്ള മാലയാണ്. അടുത്തത് ഇതും ഒരു മാലയാണ്. ഇതും അത്യാവശ്യം നല്ല മാലയാണ്. ഇതൊരു ഗോൾഡൻ പച്ചയും ഇത് പച്ച, പിന്നെ ഇച്ചിരി പിങ്കും ഗ്രീനും ബീഡ്സൊക്കെ വന്നിട്ടുള്ള ഒരു മാല. അപ്പോൾ ഈ 2 മാലയല്ലേ ഇനിയും മാലയാണ് ഞാൻ ഇപ്പോൾ എടുത്തിട്ട് വരാം. പിന്നെ ഇതെൻ്റെ സ്കൂളിൻ്റെ ആവശ്യത്തിനുള്ള ചെണ്ടാണ്. ഇത് ഞാനിങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാന്ന് വെച്ചാൽ ചിലപ്പോൾ ഒക്കെ വേണ്ടി വരില്ല നമുക്കിങ്ങനെ സ്കൂളിലൊക്കെ പോകുമ്പോൾ. പിന്നെ ഉള്ളത് നമ്മളെ വളയാണ്. ഇത് എൻ്റെ ഒരു പിങ്ക് കളർ വളയും അതേപോലെ തന്നെ ഗ്രീൻ കളർ വളയാണ് ഉള്ളത്. പിന്നെ ഗോൾഡൻ കളർ വള ഇതിൻ്റെ അകത്തുണ്ട് 2 എണ്ണം. ഇതിൻ്റെ ഇനിയും വളയൊക്കെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം.
ഇതിനകത്ത് ഇങ്ങനത്തെ കുറച്ച് വളകളും ഇങ്ങനത്തെ കുറച്ച് വളകളാണുള്ളത്. എനിക്ക് ഇതിനേക്കാൾ ഇഷ്ടപ്പെട്ട ഇതാണ് ഈ ഗ്രീൻ കളറ്. പക്ഷേ ഇതിൽ നല്ലോണം ഗ്ലിറ്റർ ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയുള്ളത് 2 നെയിൽ പോളിഷിൻ്റെ പൗച്ചാണ്. ഇത് 4 ഷെയ്ഡുണ്ട് ഇതിനകത്ത്. കുറേ ഷെയ്ഡ്സ് ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ ഞാൻ നെയിൽ പോളിഷിൻ്റെ ആ ഒരു വീഡിയോ ഇട്ടപ്പോൾ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയാം. നെക്സ്റ്റ് എന്താണെന്ന് കാണിച്ചു തരാം. നെക്സ്റ്റ് സ്ക്രഞ്ചീസിൻ്റെ അതേപോലെ തന്നെ ബുഷിൻ്റെ ഒക്കെ സെക്ഷനാണ്. ഇത് എനിക്ക് ബുഷിനേക്കാളും ഇച്ചിരി കംഫർട്ടബിൾ സ്ക്രഞ്ചീസ് ആണ് യൂസ് ചെയ്യാൻ. എന്നുവെച്ചാൽ അധികം അങ്ങനെ മുടി പൊട്ടത്തൊന്നുമില്ല, നല്ല സാധനമാണ് ഇത്. പിന്നെ അങ്ങനെ ഇതൊക്കെ ഞാൻ യൂസ് ചെയ്യാത്തതാണ്, യൂസ് ചെയ്ത് കുറച്ചൊക്കെ ഉണ്ടായിട്ടുണ്ട് കയ്യിൽ. ഇപ്പോൾ അതുകൊണ്ടാണ് ഇതൊന്നും എടുക്കാതെ ഇതിൻ്റെ തന്നെ വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ അടിയിലുള്ളതാണ് ഞാൻ പറഞ്ഞ ബുഷ് സെക്ഷൻ. അപ്പോൾ ഇത് രണ്ടും ഞാൻ ഒരുമിച്ചാണ് ഇട്ട് വെച്ചിട്ടുള്ളത്. ഇത് റെഡിക്കും പെയറായിട്ടാണ് വരുന്നത്. ഇതിൻ്റെ ചില പെയറൊക്കെ അവിടെ ഇവിടെ ആയിപ്പോയി കേട്ടോ. ഹെയറിൻ്റെ സെക്ഷനിലെ ഒരു ബട്ടർഫ്ലൈൻ്റെ ഒരു കുഞ്ഞി ക്ലിപ്പ് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് പിന്നെ ഇങ്ങനത്തെ കുറച്ച് ടിക്സ് ആണ്. ഇത് ടിക്സ് ആണ്, ഇങ്ങനത്തെ കുറച്ചുണ്ട്. പിന്നെ ഒരു വൈറ്റ് കളർ ഫ്ലവർ ടൈപ്പിൻ്റെ ടിക്കാണ് കേട്ടോ. എനിക്ക് പിന്നെ ഒരു ഇച്ചിരി ടിക്സ്, നോർമൽ ടിക്സ് സ്കൂളിലൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്നത് നോർമൽ ടിക്സ്. ഇനി ഇങ്ങനത്തെ തന്നെയാണ് കുറേ ടിക്സ് എൻ്റെ കയ്യിലുള്ളത്. അതുകൊണ്ട് അതൊന്നും ഒക്കെ ഒന്നും എടുത്ത് കാണിച്ചില്ല. ഇതിൻ്റെ 2-3 മോഡൽ കാണിച്ചു തന്നതാണ് കേട്ടോ. അടുത്ത നെക്സ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ നേരത്തെ കാണിച്ചിരുന്ന ഐലൈനറിൻ്റെ 2ാമത്തെ ഐലൈനറാണ്. ഇതിൻ്റെ റെഡിക്കും നേരത്തെ ഇതിൻ്റെ ഇങ്ക് തീർന്നതാണ്. ഇതിൻ്റെ ഇങ്ക് ഇങ്ങനെയാണ് കേട്ടോ. ഇത് തീർന്നിട്ടൊന്നുമില്ല, അത്യാവശ്യം നല്ല ഇങ്കൊക്കെയാണ്. നല്ല ഡാർക്കായിട്ട് കളർ തന്നെ. പിന്നെ ഇത് ഉണങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണങ്ങാതെ തൊട്ട് കഴിഞ്ഞാൽ അത് ഇങ്ങനെ എല്ലാവരും സ്പ്രെഡാവും. ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം തൊട്ട് കഴിഞ്ഞാൽ അത് അങ്ങനെ ഒന്നും സ്പ്രെഡാകത്തില്ല. അപ്പോൾ 2 വെള്ളമാക്കിയാലും അങ്ങനെയൊന്നും പോകത്തില്ല. അപ്പോൾ സോപ്പ് ട്രിക്ക് കഴിച്ച് കഴിഞ്ഞാൽ വാട്ടർ പ്രൂഫ് ആണെന്ന് പറയാം. സോപ്പ് ട്രിക്ക് കഴിച്ച് കഴിഞ്ഞാൽ മാത്രമേ അത് പോകത്തുള്ളൂ. എങ്കിലും ആടിമിടൊക്കെ ഈ ഐലൈനറിൻ്റെ ഉണ്ടാവും. കുറച്ച് പെന്നൊക്കെ ഉണ്ട്, പെന്ന്, റേസർ, ഷാർപ്പനർ അങ്ങനത്തെ ഒക്കെയാണ് ഇനി കുറച്ചുള്ളത്. ഞാൻ കാണിച്ചു തരാം. ഈ പറഞ്ഞായിരുന്നു ഞാൻ നേരത്തെ കാണിച്ചു തരാം 2 മാലയിലാണ്. കുറച്ചൊരു മാല എൻ്റെ കയ്യിലുണ്ട്, അപ്പം ഞാൻ അതൊക്കെ കാണിച്ചു തരാം. ആദ്യത്തെ മാല ഇതാണ്, യെല്ലോ പ്ലസ് ഒരു ബ്ലാക്ക് കളർ വന്നിട്ടുള്ള മാല. പിന്നെ ഇച്ചിരി ബ്രൈറ്റ് ആയിട്ടുള്ള നല്ല രസമുള്ള മാലയാണ്. അയ്യോ, ബ്ലൂ കളർ. ഇതിൻ്റെ സെയിം മോഡലുള്ള ഇതിൻ്റെ ഗ്രീൻ കളർ മാലയും കൂടി ഉണ്ടോ. സെയിം മോഡലാണ്, അതിൻ്റെ സെയിം മോഡലാണ്, കളർ ചേഞ്ച് മാത്രം. പിന്നെ ഒരു യെല്ലോ കളർ വീണ്ടും, യെല്ലോ കളർ. പിന്നെ ഒരു സ്മോൾ ബീഡ്സ് ഉള്ള ഒരു വൈറ്റ് കളർ മാലയുണ്ട്. ഈ ഒരു മാല, പിന്നെ എൻ്റെ കഴുത്തിലുള്ള ഈ ഒരു ബ്ലൂ മാല, ഇതും സെയിം മോഡലാണ്, കളർ ചേഞ്ച്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടും വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.